നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. കാൻവ കോഴ്സിൻ്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു AI ഫീച്ചറാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ കാൻവയിൽ ഒരു പുതിയ പ്രൊജക്റ്റ് എടുക്കുകയാണ്. ഞാനിവിടെ എടുക്കുന്നത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ്. അതിനുശേഷം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഒരു ആളുടെ പിക്ചർ ആദ്യം ഡൗൺലോഡ് ചെയ്യണം. ഞാനിവിടെ ലയണൽ മെസ്സി അടിക്കുകയാണ്. ഇമേജസ് എടുത്തിട്ട് ഒരു നല്ല പിക്ചർ, ഇപ്പോൾ ഈ പിക്ചറാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്ലാരിറ്റി ഉള്ളൊരു പിക്ചറാണ്. ഇതാദ്യം ഡൗൺലോഡ് ചെയ്യുന്നു. ശേഷം നമ്മൾ ഈ പിക്ചറിനെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന ശേഷം ഇത് ഫുള്ളായിട്ട് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഇതിനെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റ് ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, ശേഷം പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതൊരു AI ഫീച്ചർ ആയതുകൊണ്ട് തന്നെ ഇത് പൊതുവെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ടാബ്ലറ്റിലോ ഒന്നും വർക്ക് ചെയ്യില്ല ഈ ഫീച്ചർ. അത് പ്രത്യേകം മനസ്സിലാക്കുക. കമ്പ്യൂട്ടറിൽ തന്നെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ BG ജനറേറ്റർ എന്നുള്ള ഓപ്ഷൻ കാണാം. ഓക്കെ, ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് അത് നമുക്ക് മാറ്റാം. നമുക്ക് എവിടെ ആണോ ഇയാൾ നിൽക്കുന്നത് എന്ന് നമുക്ക് ഇതിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ആ ബാക്ക്ഗ്രൗണ്ട് വേണ്ടതൊക്കെ നമുക്കിവിടെ വിശദീകരിച്ച് ഉപയോഗിക്കാം. ഇതിന് നമുക്ക് ChatGPT ഉപയോഗിക്കാം. ChatGPTയിൽ പോയിട്ട് explain a prompt for Canva BG generator for the picture of a player. ഫുട്ബോൾ പ്ലെയർ എന്ന് കൊടുക്കാം. I want a church background with a lot of lights. ഇത് കൊടുത്തു. ഈ പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു പ്രോംപ്റ്റ് ഇവിടെ കാണിച്ചു തരും. ഇത് നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഇത്ര പറ്റുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം ഇത്ര മതി. ഓക്കെ, ഇനി ജനറേറ്റർ എന്ന് കൊടുക്കുക. ജനറേറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് സ്കാൻ ചെയ്ത് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. വെയിറ്റ് ചെയ്താൽ മനസ്സിലാവും. 4 വ്യത്യസ്ത രൂപത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ആണ് നമുക്കിവിടെ കാണിച്ചു തരിക. അത് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തത് സെറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇതൊരു ചർച്ചിൻ്റെ ഉള്ളിലാണ്. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തല്ലോ. ഇവിടെ ഡൺ അടിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റായി. ഇതാണ്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രൂപത്തിൽ AI സഹായത്തോടു കൂടെ പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇത് കമ്പ്യൂട്ടറിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ മൊബൈൽ ഫോണിലോ ടാബ്ലറ്റിലോ ഉപയോഗിച്ചാൽ ഇത് കിട്ടില്ല. കമ്പ്യൂട്ടറിൽ തന്നെ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് ഷെയർ ചെയ്ത് ഡൗൺലോഡൊക്കെ ചെയ്ത് നോർമലായിട്ടുള്ളൊരു പിക്ചറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് നോക്കാം. നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചറാണ്. ഇത് ഏത് രൂപത്തിലുള്ള പിക്ചറുകൾക്കും കൊടുക്കാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള പിക്ചർ ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, ഇതെല്ലാവർക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.